ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ചിക്കൻ കറി നാടൻ സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ബൈ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. ചിക്കൻ എടുത്തിട്ട് ഈ ചിക്കനെ നമുക്ക് ഇനി ഒന്ന് നന്നായിട്ട് 4-5 പ്രാവശ്യം ഒന്ന് കഴുകി അതിനെ വൃത്തിയാക്കണം. ഓക്കെ, നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കി നന്നായിട്ട് പാകത്തിനെടുക്കണം. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കളയണം. ബാക്കിയുള്ളതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഓക്കെ, ഇത് വന്നിട്ട് നല്ല ഇളം ചിക്കനാണ്. വലിയ പ്രായമൊന്നുമില്ല. നല്ല പ്രായമുള്ള ചിക്കനാണെങ്കിൽ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഒരു 3-4 ഉള്ളി എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. സ്ലൈസ് രൂപത്തിൽ കട്ട് ചെയ്യാം. സ്ലൈസ് രൂപത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വേഗം സഹായിക്കും. ഇനി വന്നിട്ട് അതേപോലെ ഒരു 2-3 നമ്മുടെ ടൊമാറ്റോ അഥവാ തക്കാളി ഇതേപോലെ സ്ലൈസ് രൂപത്തിൽ അതിനെയും കട്ട് ചെയ്ത് പാകത്തിന് എടുക്കണം. ഓക്കെ, അതിനൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് മാറ്റി വയ്ക്കണം. അതിന് ആവശ്യമുള്ള കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം. പച്ചമുളക് നമ്മൾ കുറച്ചെടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ടല്ലോ, മുളക് പൊടി ചേർക്കണം, നമുക്ക് കുരുമുളക് പൊടി ചേർക്കണം. അതിലേക്കായിട്ട് നമ്മൾ ഈ പച്ചമുളക് കുറച്ച് എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി വന്നിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് എടുത്തോളണം. കറിവേപ്പില ഒരു 3-4 ഏതളം മതിയാവും. ഇനി വേണ്ടത് നമുക്ക് വന്നിട്ട് കുറച്ച് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയാണ്. അത് നമുക്ക് ഒരു 6-7 ഏതള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പാകത്തിന് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർത്തോളണം. ഈ നമ്മൾ നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് വെളുത്തുള്ളി ഇഞ്ചിയും എത്രത്തോളം കൂട്ടുന്നോ അത്രയ്ക്കും നല്ലതാണ്. കൂടാണ്ടിരുന്നാൽ മതി. അത്യാവശ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ വയറിന് നല്ലത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും പാകത്തിന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ ഇനി ആവശ്യമുള്ള ഐറ്റംസ്. വെളുത്തുള്ളിയുണ്ട്, ഉപ്പുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, അടുത്ത് വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, അടുത്ത് വന്നിട്ട് കുരുമുളക് പൊടി. ഇത് വന്നിട്ട് ഗരം മസാല വന്നിട്ട് ഞാൻ വന്നിട്ട് ഈ മുഴുവനായിട്ട് വാങ്ങിച്ചിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നമ്മുടെ കലാപരിപാടിയിലേക്ക് കടക്കാം. ആദ്യം ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ച് ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് ഒന്ന് പൊട്ടി എല്ലാം ഒന്ന് പൊട്ടി സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഞാൻ അടയ്ക്കാൻ കാരണം അതിൻ്റെ ഇത് തെറിക്കുമല്ലോ, അത് കാരണമാണ് ഞാൻ അടപ്പ് വെച്ച് പിടിച്ചത്, അല്ലെങ്കിൽ എണ്ണ തെറിക്കും. ഓക്കെ, അപ്പോൾ അത് കറിവേപ്പില വന്നതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതൊന്ന് ചെവന്ന് ഇപ്പോൾ വന്നിട്ട് ഏകദേശം ചെവന്നിട്ടുണ്ട്. അപ്പോൾ ചെവന്നതിന് ശേഷം നമുക്കിതേപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് പെട്ടെന്ന് ഒന്ന് വേവിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും വേകാനായിട്ട്, ഉള്ളി വേകാനായിട്ട്. എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് സമയമൊക്കെ വേണം. എന്നാലും കുറച്ച് ഉപ്പ് കൂടി ഇടുമ്പോൾ പെട്ടെന്ന് അതൊന്ന് വഴണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ സംഗതി ഉള്ളിയെല്ലാം നല്ല ചുവന്ന റോസ്റ്റായിട്ടുണ്ട്. അടുത്തിനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിക്കാണ്. തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അടുത്ത പരിപാടി നമുക്ക് ഈ ഉള്ളി കൂടി തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാല ഒന്ന് റോസ്റ്റായി കിട്ടുമല്ലോ. ഓക്കെ,
ഇതിനൊന്ന് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഇളക്കി സെറ്റായി അതിൻ്റെ മണം അടിക്കും കേട്ടോ. മണം അടിക്കുന്ന സമയത്ത് മനസ്സിലാക്കിക്കൊള്ളാം ഗരം മസാലയും നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതൊന്ന് റോസ്റ്റായിട്ടുണ്ട്. റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ കളി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഏതാണ്ട് നല്ല മണം അടിക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഓക്കെ, തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുമ്പോഴത്തേക്കും അതിനുശേഷം നമുക്ക് മസാലകളുടെ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതൊന്ന് വഴറ്റി സെറ്റാകുമ്പോഴത്തേക്കും നമുക്കത് അതിനൊന്ന് വഴറ്റുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് സംഗതി ഓക്കെ ആയിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ ഒന്ന് ഇതിലേക്ക് ചേർക്കാണ്ട് ചേരുവകൾ ചേർത്ത് കൊടുക്കാനുള്ളത്. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തു, അപ്പോൾ നോക്കി വേണം ഇടാൻ. അടുത്തിടുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഒരു 2 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ വന്നിട്ട് ഇതിനവിടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളക് കൊടുത്തിട്ടുണ്ട്, അതിനെല്ലാം ആവശ്യത്തിന് എരിവുണ്ട്. ഇത് വന്നിട്ട് കുരുമുളകാണ്. ഓക്കെ, കുരുമുളകും 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. കുരുമുളകൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ വേണ്ടത് നമുക്ക് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊരു ഇളക്കുണ്ട്. ആ ഇളക്കുമ്പോൾ ഉണ്ടല്ലോ, സത്യം ബ്രാൻഡ് അടുക്കളയ്ക്കകത്ത് നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അത്രയ്ക്ക് മണം കൊണ്ട് ഗമാന്നടിക്കുന്നു. നമ്മളുടെ തമിഴിലൊക്കെ പറയുകയാണെങ്കിൽ ഇതേപോലെ ഗമാന്നടിക്കും. അന്തമാതിരി മണം മൂക്കിൽ ഏറരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. ഞാൻ എൻ്റെ പ്രൊഫഷണൽ വന്നിട്ട് ഷെഫാണ്. ഞാൻ വന്നിട്ട് സലാഡ് കിച്ചൺ കലിനറി ആർട്ടാണ്. അപ്പോഴത്തേക്കും ഞാൻ ഇതും കൂടി വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമാണ്. അല്ലാണ്ട് എൻ്റെ വർക്കിംഗ് ഫീൽഡിൽ ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ഓക്കെ, നമ്മുടെ കറി ഏതാണ്ട് റെഡിയായി. കറി ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മളിപ്പോൾ പരുവത്തിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചിക്കനാണ്. ഓക്കെ, എന്നാ മണമെന്നറിയാം, ഗമാന്നടിക്കുന്നത്. മണം അടിച്ചിട്ട് മൂക്കിലുള്ള മുടി വരെ അങ്ങ് മണ്ടയ്ക്കകത്ത് കയറുന്നു. അതേ ഫീലാണ്. ഓക്കെ, ഇതൊന്ന് 5-10 മിനിറ്റ് ഇട്ട് വേവിക്കണം. വേവിച്ചാൽ ആ മസാലയുടെ മണം, ആ മസാലയൊക്കെ ശരിക്ക് ടേസ്റ്റ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നമ്മൾ ഇട്ട ഉടൻ തന്നെ അങ്ങ് ചിക്കൻ എടുത്തിട്ട് തിളപ്പിക്കാൻ നോക്കരുത്. ആദ്യം മസാല ഒന്ന് സെറ്റാക്കണം. മസാല സെറ്റായതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ഇടാവൂ. ഓക്കെ, ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, ചിക്കനൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെയുണ്ട്, കളറൊക്കെ നന്നായി വരുന്നുണ്ട്. ഓക്കെ, ഇത് വന്നിട്ട് നമ്മൾ ഗ്രവി ആയിട്ടല്ല വയ്ക്കുന്നത്, ചിക്കൻ മസാല ആയിട്ടാണ്. അതായത് എല്ലാ മസാല നന്നായി വെന്ത് കുടയത്തില്ല. അതിന് നമ്മൾ അരിഞ്ഞ ശേഷം പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. ഈ മസാല വന്നിട്ട് ഒരുമാതിരി കട മസാല പോലെ ആയിരിക്കണം. എന്നാലേ നമുക്ക് വായ്ക്കകത്തിട്ട് ചവച്ചിറക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇത് ഗ്രേവി പോലെ എടുത്തു കഴിഞ്ഞാൽ അതൊരു രസമുണ്ട്. അതൊരു വെറൈറ്റി വേറെയാണ്. ഞാനിപ്പോൾ വന്നിട്ട് 2 ഇതള് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്.
ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഓക്കെ, അപ്പോഴൊന്ന് ഗ്യാസ് ഒന്ന് പതുക്കെ സ്ലോ ഫയറിൽ അതിൻ്റെ മീഡിയം ലെവലിൽ വെച്ചിട്ട് വേണം നമ്മൾ അടച്ചു വയ്ക്കാൻ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ വേവിക്കാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി ഈ ചിക്കൻ കറി ഒന്ന് അടപ്പ് തുറന്ന് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് വെരി ഗൈസ്, ഇത് വേണം. വാവ്, അടിപൊളി അടിപൊളി ഗൈസ്. അടിപൊളി, ഇളക്കിയിടാം. കറി ഏതായാലും റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാ, കറി എങ്ങനെയുണ്ടോ നോക്കാം. ഇനി എന്നാ എന്നാ മണം ഗൈസ്. ആ കറിവേപ്പിലയുടെയൊക്കെ ആ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പിലയും കുരുമുളകൊക്കെ ഇട്ട് അതിൻ്റെ മണം ഉണ്ടല്ലോ, മൂക്കിൻ്റെ അകത്ത് അങ്ങ് തുളച്ച് കയറുകയാണ് ഗൈസ്. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. മാവിൽ കൂടി വെള്ളം കൊടുക്കുന്നു. ആദ്യം ഒന്ന് കറി ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, എൻ്റെ പൊന്നോ, 1.5 കറി. വാ, കഷ്ണം കഴിക്കുന്നുണ്ട്. കഷ്ണം നമ്മൾ കുടുംബമായിട്ടൊന്ന് ഒരുമിച്ച് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ കഷ്ണം കഴിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയുമായി വേഗം വരുന്നതാണ്. അതുവരയ്ക്കും ബൈ.